യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയിൽ നിന്ന് രോഗശാന്തി ലഭിച്ച എല്ലാവർക്കും തന്നെ ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു പിതാവ് ഈശോയുടെ പക്കൽ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്ന്. ഈശോ ചോദിക്കുന്നുണ്ട്, കഴിയുമെങ്കിലെന്നോ? വിശ്വാസമുണ്ടെങ്കിലേ സൗഖ്യം തരാൻ പറ്റൂ. പിതാവ് പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസക്കുറവ് പരിഹരിക്കണമേ എന്ന്. ഇന്നത്തെ വചനത്തിൽ സ്ത്രീയോട് പറയുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചിരുന്നു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. യേശുവിൻ്റെ മുമ്പിൽ വരണ്ട, യേശു സൗഖ്യം തരാമെന്ന് പറയണ്ട, വസ്ത്രത്തിൽ തൊട്ട് മാത്രം സൗഖ്യം നേടാൻ പറ്റുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾക്ക് സൗഖ്യം കിട്ടി. ആഴമായ വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്കറിയാം, പലപ്പോഴും വിശ്വാസത്തിൻ്റെ കുറവ് നമ്മളിലൊക്കെ രൂപപ്പെടുന്നുണ്ട്. അത് നമ്മളിലെ പോരായ്മ തന്നെയാണ്. കർത്താവിനോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. ആഴമായ വിശ്വാസത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.